ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ റെസിപ്പീസ് കണ്ടിട്ട് മടുത്തവർക്കായിട്ട് ഇന്നതായി എൻ്റെ അമ്മായിമ്മ സ്പെഷ്യൽ മട്ടൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല കിടിലനൊരു മട്ടൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കുരുമുളക്, വലിയ ജീരകം അതെല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഈ രീതിക്കൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. മട്ടൻ നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ വെക്കണത്. പക്ഷെ അതിന് പറ്റിയിട്ടുള്ള മൺചട്ടി ഇല്ലാത്ത കാരണം നമ്മളൊരു ചെമ്പട്ടിയിലാണ് കേട്ടോ വെക്കണത്. ഒരു വലിയ ഉള്ളി കുത്തിയരിഞ്ഞത്, അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ചധികം, മുളക് പൊടി ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുരുമുളകാണ് നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് എല്ലാം കൂടെ അതിലേക്കൊന്ന് കൊട്ടി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മട്ടനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ട് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുത്തതിന് ശേഷം അത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ അതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഞാൻ മല്ലിച്ചെപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള മല്ലിച്ചെപ്പ് പറിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ പോകണം കേട്ടോ. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പറിച്ചു വന്നിട്ടുള്ള മല്ലിച്ചെപ്പിൻ്റെ ഇല എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പിച്ചിട്ടതിന് ശേഷം നമ്മൾ മട്ടനിലേക്ക് നമുക്കതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എത്തിയപ്പോഴേക്കും അത് അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി തിളച്ച് വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ തന്നെ ഒരു ഉലുവ ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉലുവയും കൂടെ കഴുകിയിട്ട് നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, പക്ഷേ അതിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെയാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മട്ടനൊക്കെ നല്ല കിഡ്ലനായി തിളച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞറിയിക്കുന്നേക്കും നല്ലത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് കാത്തിരിപ്പില്ല. അപ്പോൾ കുറച്ച് പത്തിരിയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ മട്ടൻ കറി അങ്ങ് അടിക്കാം. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.